ഹായ് ഗൈസ് എന്നെ കൊണ്ട് വെൽക്കം ടു അലമാര. 2024 ജൂലൈ സൈക്കിളിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മെയ് 1-ാം തീയതിയാണ് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ വെബ്സൈറ്റിൽ ഈ പ്രോസസ്സ് അപ്ഡേറ്റ് ആയിട്ട് കാണുന്നില്ല. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോസസ്സ് എന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് ചെക്ക് ചെയ്ത് എങ്ങനെ ആർക്കൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിലേക്ക് വേണം വരാനായിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട്. അതിന് മുമ്പ് എന്താണ് രജിസ്ട്രേഷൻ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പറയാം. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇയർലി പ്രോഗ്രാമും സെമസ്റ്റർ പ്രോഗ്രാമും ഉണ്ട് ഇഗ്നോയിൽ, അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാമും ഉണ്ട്. എത്ര വർഷത്തെ പ്രോഗ്രാമാണോ അത് ഏത് രീതിയിലാണ് പ്രോഗ്രാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യണോ വേണ്ടോ എന്നതിനെ കുറിച്ചിട്ട് ഇരിക്കുന്നത്. ഇയർലി പ്രോഗ്രാം ആകുമ്പോൾ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ വർഷത്തെ ഫീസാണ് അടച്ചിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ വർഷത്തിലേക്ക് കയറാനായിട്ട് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യണം. അതേപോലെ സെമസ്റ്റർ പ്രോഗ്രാമുകളാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം 6 മാസത്തിന് ശേഷമാണ് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള ഫീസ് അടയ്ക്കേണ്ടത്. അതേപോലെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ സെമസ്റ്റർ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ അവരുടെ അടുത്ത സെമ്മുകളിലേക്ക് ചെയ്യേണ്ട സമയവും സെക്കൻഡ് ഇയറിൽ നിന്ന് തേർഡ് ഇയറിലേക്ക് ചെയ്യേണ്ട സമയവും ഇപ്പോഴാണ്. ആ ജൂലൈ സൈക്കിളിൽ വന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്ട്രേഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് വളരെ ഷോർട്ടായിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് പറയുന്നത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും രജിസ്ട്രേഷൻ്റെ സൈറ്റിലേക്ക് ഡയറക്റ്റ്ലി വരാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. ചില സമയങ്ങളിൽ ഈ ലിങ്ക് വർക്കിംഗ് ആയിരിക്കില്ല. ഇപ്പോൾ നമുക്ക് എന്തായാലും വർക്കിംഗ് ആണ്. ഇവിടെ വരുമ്പോൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മെയ് 1 മുതൽ ജൂൺ 30 വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത്. ഈ സമയം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ രജിസ്ട്രേഷൻ ക്ലോസ് ആകും. അടുത്തത് ജനുവരി 2025 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ 6 മാസം നിങ്ങൾക്ക് നഷ്ടപ്പെടും കോഴ്സിന് ഇടയ്ക്ക് വെച്ചിട്ട്. സപ്പോസ് 3 വർഷത്തെ പ്രോഗ്രാം ആണെങ്കിൽ 3.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. 2 വർഷമാണ് 2.5 വർഷം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളപ്പം ഇങ്ങനെ ഒരു പോർട്ടൽ വരും. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പ്രോസസ്സ് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾക്കും നിങ്ങൾക്ക് സംശയമുള്ളവർക്കും നമ്മൾ കംപ്ലീറ്റ് അഡ്മിഷൻ ടീം ചെയ്തതുപോലെ തന്നെ രജിസ്ട്രേഷൻ അസിസ്റ്റൻസ് നമ്മുടെ അലമാര ടീം ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. വാട്സപ്പിലായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അവരോട് ചോദിക്കാം. കോഴ്സ് സെലക്ഷൻ, കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്, അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിൽ അറിയാം. ഓൾറെഡി സർവീസ് എടുത്ത ആളുകളായിരിക്കും നിങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഇൻഫർമേഷൻ ഇതിൽ വേണ്ട. എന്നാലും പുതിയ വരുന്ന ആളുകൾക്ക് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ ടീം നിങ്ങളെ ഓൺലൈനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓഫീസ് അവേഴ്സിലായിരിക്കും സാധാരണമായിട്ട് ഉണ്ടാകുക. സപ്പോർട്ട് അവിടെ ഉണ്ടാകും. വൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എൻ്റർ ചെയ്ത് നിങ്ങളുടെ പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ക്യാപ്ച കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്കാണ് ആദ്യം വരുന്നത്. ഇവിടെ ABC ID ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ABC ID നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടവരും അല്ല ലിങ്ക് ചെയ്യേണ്ടവരും. ആ പ്രോസസ്സ് ഇൻക്ലൂഡിംഗ് ആണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്താൽ അങ്ങനെയുള്ള എല്ലാ ഹെൽപ്പുകളും നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ ഏത് കോഴ്സ് ആണെന്നുള്ളത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരും. ആ ലോഗിൻ ചെയ്തതിൻ്റെ അകത്ത് പോവുക, കോഴ്സ് എടുക്കുക. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആണ് എന്ന് കാണിക്കും. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ഇതിൽ ഓപ്പൺ അല്ല, കാരണം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണുന്ന പോലെ 2020-21 ബാച്ചിലായിരുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ നിലവിൽ ഇത് അവൈലബിൾ അല്ല. പക്ഷേ നിങ്ങൾക്ക് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്കത് കാണിക്കുന്നതായിരിക്കും, മുന്നോട്ട് പോകാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ടീം കൃത്യമായിട്ട് അതെല്ലാം ചെക്ക് ചെയ്ത് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള നോക്കി കൃത്യമായിട്ടുള്ള കോഴ്സുകൾ ആഡ് ചെയ്ത് നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊരു സംശയവും ഡൗട്ടും ഒന്നും വേണ്ട. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും വൺസ് രജിസ്റ്റർഡ് ചെയ്തിട്ടാണെങ്കിലും അതിന് മുൻപാണെങ്കിലും നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ചോദിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ. നമുക്ക് ഏകദേശം 25ഓളം ടെലിഗ്രാം ഗ്രൂപ്പുകൾ പല സബ്ജക്റ്റുകൾക്കായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ കോഴ്സുകളും അതിൻ്റെ അസൈൻമെൻറ്റ്സുകളും അതിൻ്റെ അസൈൻമെൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ തന്നെ ഷെയർ ചെയ്യപ്പെട്ടിരുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും അതിന് എടുക്കാൻ സാധിക്കും, സംശയങ്ങൾ ചോദിക്കാൻ സാധിക്കും. മറ്റു ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്കും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖല നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ലാസ്റ്റ് ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് 30 ജൂൺ 2024 ആണ്. അതിനുള്ളിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ ഹിസ്റ്ററി ഓഫ് രജിസ്ട്രേഷനിൽ പോയി നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ഒരു തവണ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എന്നാണ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, റെഫറൻസ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകും. കാരണം
വൺസ് നിങ്ങൾ പേയ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവുണ്ട്. ചില സമയങ്ങളിൽ ഡിലേ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ദയവായിട്ട് വെയിറ്റ് ചെയ്യുക. അത് നിങ്ങൾ കൃത്യമായി പ്രോസസ്സ് ചെയ്യുക. കഴിഞ്ഞ തവണ കുറേയധികം വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് കൃത്യമായി സൈറ്റിൽ ചെന്നിട്ടില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ ബാക്ക് ആൻഡ് ഫോർത്ത് കുറേയധികം വർക്കുകൾ ചെയ്തതിന് ശേഷമാണ് അത് അപ്ഡേറ്റ് ആയത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ടെൻഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുക, ഒരു അഡ്വൈസ് എടുക്കുക. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. കണക്ട് ചെയ്യാം നമ്മുടെ ഈ കാണുന്ന നമ്പറുകളിൽ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റിന് പറ്റുന്നത്രയും ആളുകൾക്ക് റിപ്ലൈ തരാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കണമെങ്കിൽ കോൾ മീ ഫോർ ആയിട്ട് കണക്ട് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.